നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോതച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഗവൺമെന്റ് UP സ്കൂൾ കോതച്ചിറയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,20,00,000 രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂളുകൾ അതിൽ 26 എണ്ണം കെട്ടിടമാണ്. 26 സ്കൂളുകൾക്ക് കെട്ടിടമാണ്. 7 സ്കൂളുകൾക്ക് ബസ്സാണ്. ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ, ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ്. നെല്ലിക്കാട്ടിരി അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 5 കൊല്ലം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളും പ്ലാൻ ഫണ്ട് ലഭിക്കാൻ ബാക്കിയുണ്ടാവില്ല. കേരളത്തിൽ തന്നെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉണ്ടാവില്ല. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളിനും ഫണ്ട് കിട്ടുക എന്നത് ഒറ്റ ദിവസം 2,10,00,000 രൂപയുടെ 2 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ്. ഈ 3 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി 49.67 കോടി രൂപ ലഭ്യമാക്കി. മണ്ഡലത്തിലെ ഫണ്ട് ലഭിക്കാത്ത ഏതെങ്കിലും സ്കൂളുകൾ ഉണ്ടെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5 കൊല്ലം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളിലും പ്ലാൻ ഫണ്ട് ലഭിക്കാൻ ബാക്കിയുണ്ടാകില്ല. സമയബന്ധിതമായി എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും എന്നതുപോലെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാങ്ങപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, കൂട്ടക്കടവ് പദ്ധതികളുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. തൃത്താല ആശുപത്രി പ്രവൃത്തി ടെൻഡർ സ്റ്റേജിലാണ്. എല്ലാ മേഖലയിലും 3 വർഷം കൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ വിഹിതം കിട്ടിയാൽ ഈ 3 വർഷം കൊണ്ട് ചെയ്തതിന്റെ ഇരട്ടി പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. വാർഡംഗം പ്രിയ സുരേഷ്, പ്രധാനാധ്യാപിക K പുഷ്പലത, തൃത്താല AEO PV സിദ്ദിഖ്, തൃത്താല BPC K പ്രസാദ്, PTA പ്രസിഡന്റ് PV നിഷാദ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. സോളാർ വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിച്ച് തൃത്താലയെ ആദ്യ സമ്പൂർണ്ണ സോളാർ മണ്ഡലമാക്കുകയാണ് ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം തൃത്താല നിയോജക മണ്ഡലത്തിൽ 2021-22 വർഷം മുതൽ ഭവന നിർമ്മാണ ആനുകൂല്യം ലഭിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലിരിക്കുന്നതുമായ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ സോളാർ മണ്ഡലമാക്കുന്നതിന്റെ ഭാഗമായുള്ള പുരപ്പുറ സൗരോർജ്ജ പദ്ധതി ഹരിത വരുമാന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ വീടുകളിൽ പുരപ്പുറ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളിലെ വൈദ്യുതി ചാർജ് ലാഭിക്കുന്നതിനൊപ്പം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEB ഗ്രിഡിന് നൽകി വരുമാനമുണ്ടാക്കാനും സാധിക്കും. ഇതിലൂടെ തൃത്താല മാതൃക സൃഷ്ടിക്കാനാകും. ഉപഭോക്താക്കളിൽ നിന്നു ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് KSEBയും അനർട്ടും പരിശോധിച്ച് സോളാർ സ്ഥാപിക്കാവുന്ന അനുയോജ്യമായ വീടുകൾ കണ്ടെത്തും. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മാതൃക തൃത്താലയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പദ്ധതി വിജയകരമായാൽ മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താലയിൽ 2,600ഓളം കിലോവാട്ട് വൈദ്യുതി നിലവിൽ സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷത്തിൽ പദ്ധതി കൂടുതൽ ഇടങ്ങളിലേക്ക് വിപുലീകരിക്കും. 1000ഓളം വീടുകളിൽ നിന്നും സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താലയിൽ മാത്രം 2024 ലൈഫ് വീടുകൾ ഇതുവരെ പൂർത്തിയാക്കി. 80.96 കോടിയാണ് മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിക്കായി നൽകിയത്. 17.104 കോടിയിൽ 3,83,536 വീടുകളാണ് സംസ്ഥാനത്താകെ പൂർത്തിയാക്കിയത്. ഇതിൽ 86% സംസ്ഥാനത്തിന്റെ തനതു ഫണ്ടിൽ ഉൾപ്പെടുന്നു. അടുത്ത 2 വർഷത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട 6 ലക്ഷം പേർക്ക് കൂടി വീട് നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന അധ്യക്ഷയായി. ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ G അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനഡ് ജില്ലാ പ്രോജക്ട് എഞ്ചിനീയർ ഹരിത തൊഴിൽ രജിസ്ട്രേഷൻ വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, കപ്പൂർ, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷർഫുദ്ദീൻ കളത്തിൽ, T സുഹറ, VV ബാലചന്ദ്രൻ, PK ജയ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, പട്ടാമ്പി, തൃത്താല BDOമാരായ KP സുഭദ്ര, KS മഞ്ജുഷ, VK ചന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല.
മഹാകവി വള്ളത്തോളിന്റെ 145-ാം ജന്മദിനം ആഘോഷിച്ചു. രാവിലെ വെള്ളത്തോൾ സമാധിയിൽ കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ഭദ്രദീപം തെളിയിച്ചു. മുതിർന്ന കഥകളി കലാകാരനും കലാമണ്ഡലം മുൻ നിള ക്യാമ്പസ് ഡയറക്ടറുമായിരുന്ന കലാമണ്ഡലം MPS നമ്പൂതിരിയും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സംയുക്തമായി ദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ, മറ്റു വിവിധ കളരികളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഓഫീസ് ജീവനക്കാരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച SNDP യോഗം ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും BDJS നേതാവുമായ VP ചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ആമയൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച SNDP താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രന്റെ നിര്യാണത്തിൽ നാടിന്റെ ആദരാഞ്ജലികൾ. ആമയൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. ന്യൂമോണിയ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 11:30 അന്ത്യം. 1.5 പതിറ്റാണ്ടിലേറെയായി പട്ടാമ്പിക്കൂട് ഉൾപ്പെടുന്ന ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ അധ്യക്ഷനാണ്. SN ട്രസ്റ്റ് റീജിയണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ജില്ലാ ചെയർമാനും BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റും 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായിരുന്നു. മാളുട്ടി ഗ്രൂപ്പ് ഉടമയായ VP ചന്ദ്രൻ ഓഡിറ്റോറിയം ഉടമകളുടെ അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയുമാണ്. ബുധനാഴ്ച രാവിലെയാണ് മൃതദേഹം വീട്ടിലെത്തിയത്. നാനാത്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അന്തരിച്ച VP ചന്ദ്രന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. പല സമയങ്ങളിലും സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും അദ്ദേഹവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വലിയ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അലങ്കാരത്തിന് പറയുന്ന വാക്കുകൾക്കപ്പുറം എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രേട്ടൻ. ഒരിക്കലും ചന്ദ്രേട്ടനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളില്ല അത് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ. സ്വാഭാവികമായിട്ടും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ആഘാതമുണ്ടാകും എന്ന് കരുതിയതല്ല. ഞങ്ങളൊക്കെ പൊതു പരിപാടികളുമായി പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ചന്ദ്രേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഏറെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ. ഒരു വിഷയത്തിലും നെഗറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ നോ എന്നൊരു അഭിപ്രായം ചന്ദ്രേട്ടൻ പറയാറില്ല. രാഷ്ട്രീയമായിട്ടൊക്കെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള ചേരികളിലൊക്കെ ചെന്ന് പെടേണ്ട സാഹചര്യം ഉണ്ടായെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിച്ച ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ. ഏത് സമയത്തും ഏത് ഫംഗ്ഷനും ചടങ്ങുകളിലും എവിടെ വെച്ച് കണ്ടാലും ആ സൗഹൃദം പുതുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നു. സൗത്ത് തൃത്താല ഉണ്ണീൻകുട്ടിയുടെ മകൻ സിദ്ദിഖ് കൊപ്പത്തിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. മുൻ വർഷങ്ങളിലും നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. 300ഓളം കിറ്റുകളാണ് വിതരണം ചെയ്തത്. യു ഹൈദ്രോസ്, റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26.
CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. 6.5 പതിറ്റാണ്ടിനു ശേഷം കുറ്റിപ്പുറം നൊട്ടനാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇടിക്കളം ചടങ്ങ് നടന്നു. കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങ് നടന്നുവരുന്നത്. 65 വർഷം മുമ്പ് നിർത്തിവെച്ച ചടങ്ങ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരാരംഭിച്ചത്. ദാരികവധവുമായി ബന്ധപ്പെട്ട് 6.5 പതിറ്റാണ്ട് മുൻപ് വരെ നടന്നിരുന്ന ഇടിക്കളം ചടങ്ങാണ് കുറ്റിപ്പുറം നൊട്ടനാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചത്. ഉത്സവത്തിന്റെ സമാപന ദിനത്തിലാണ് ചടങ്ങ് നടന്നത്. 7 ഉരലും 14 ഉലക്കയും ക്ഷേത്രാങ്കണത്തിൽ തയ്യാറാക്കിയ ശേഷം 7 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്നാണ് ഇടിക്കളം ചടങ്ങിന് നേതൃത്വം നൽകിയത്. ഇടിക്കുന്ന 14 പേർക്ക് പുറമെ പൊടിക്കാരായി 10 പേരും ഉണ്ടാകും. ഇടിക്കളത്തിന് ഉരലിൽ കരിക്ക്, പച്ചമഞ്ഞൾ, കുരുത്തോല, പൂക്കുല, വാഴപ്പോള തുടങ്ങിയവയാണ് സമർപ്പിക്കുന്നത്. വ്രതം നോറ്റ ശേഷമാണ് പുരുഷന്മാരും സ്ത്രീകളും ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കോമരത്തിന്റെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളോടെയായിരുന്നു ചടങ്ങ്. ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി കമ്പാല ക്ഷേത്രത്തിൽ നിന്നുള്ള മധുകുംഭം എഴുന്നള്ളിപ്പിന് ശേഷമാണ് ചടങ്ങ് നടന്നത്. ദാരികവധത്തിന്റെ പ്രതീകമായി നടത്തുന്ന ഈ ചടങ്ങിന് പുതുതലമുറയിലുള്ളവർ ആദ്യമായാണ് സാക്ഷികളായത്. തുടർന്ന് ഗുരുതിക്കുശേഷം മരായത്ത് തറവാട്ടിലേക്ക് ഭഗവതിയുടെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നതോടെ 9 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനെതിരെ തളിയിൽ UDF പ്രതിഷേധ പ്രകടനം നടത്തി. വരവൂർ പഞ്ചായത്ത് UDF ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ മുസ്തഫ, കൺവീനർ PS കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് PS രാജൻ, മുൻ ബ്ലോക്ക് മെമ്പർ KM ഹനീഫ, UDF നേതാക്കളായ KS അലി, TM അയ്യൂബ്, KS മുഹമ്മദ്, ഹമീദ് അലി, അബ്ബാസ്, സലാം നവരക്കോട്ടിൽ, PV അബ്ദുൽ ജലീൽ, അഡ്വക്കേറ്റ് ബഷീർ, നൌഷാദ് KY, അബൂബക്കർ കുറ്റിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കോക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പടിഞ്ഞാറങ്ങാടി സെന്ററിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് നേതൃത്വം നൽകി. പൗരത്വ ഭേദഗതി ബിൽ തെരുവിലെറിയുക എന്ന പ്രമേയമുയർത്തി SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി SDPI തൃത്താല മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമുച്ചി, സെക്രട്ടറി മൻസൂർ കപൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ആബിദ് പരുദൂർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ ആലൂർ, കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ ചാലിപ്പുറം, അഷ്റഫ് പള്ളത്ത്, നിഷാദ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.